എൻ്റെ പേര് കാർമൽ മേരി. വയസ്സ് 65. 65 കഴിഞ്ഞ് 66 കയറി. മത്സ്യബന്ധനമായിട്ട് എൻ്റെ പപ്പ, എൻ്റെ സഹോദരങ്ങൾ എല്ലാം ഈ കടൽ കൊണ്ട് ജീവിച്ചവരാണ്. അന്ന് ഞങ്ങളെല്ലാം കുഞ്ഞായിരുന്നു. ഏതാണ്ട് 4, 5 പഠിക്കുമ്പോഴും മുതലും കുഞ്ഞിലേ തന്നെ പപ്പാമാരൊക്കെ പോവുമായിരുന്നു. അപ്പോൾ അവര് ഒരു 8 മണിയാകുമ്പോൾ വള്ളം നിറയെ മീനും പല പല തരത്തിലുള്ള മീനുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് വിദേശത്തുനിന്നും നമ്മുടെ ഈ അടുത്ത പ്രദേശത്തു നിന്നൊക്കെ കച്ചവടക്കാർ വന്ന് അത് ലേലം ചെയ്ത് കൊണ്ടുപോകുന്നവരെയും ഞങ്ങൾ അവിടെ ഉണ്ട്. സ്കൂളിൽ പോകാൻ സമയം അന്നൊക്കെ അത്ര രാവിലെ ഒന്നും പോകണ്ട, ട്യൂഷനും കാര്യമൊന്നും ഇല്ലല്ലോ. ആ മീനെല്ലാം ഈ ഇങ്ങനെ ആളുകൾ വന്ന് കച്ചവടം ചെയ്ത് എല്ലാവരും ലേലം വിളിച്ചൊക്കെ കൊണ്ടുപോകും. അതിനുശേഷമാണ് ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് കുളിച്ച് സ്കൂളുകളിൽ പോകുന്നത്. അടുത്ത സ്കൂളുണ്ട്, സെൻറ്റ് ജോസഫ് സ്കൂളുണ്ട്, അവിടെയൊക്കെ പോകുന്നത്. നല്ല ഒരു കാലാവസ്ഥയായിരുന്നു അന്ന്, നല്ലൊരു കാലവുമായിരുന്നു. പക്ഷെ അന്ന് വിദ്യാഭ്യാസം കുറവെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങളും സ്നേഹവും അതുപോലെ തന്നെ എല്ലാം കാണാനും പരസ്പരം അറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം അന്നത്തെ ഉണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ. ഇപ്പൊ ചൂട് കൂടുതൽ. അന്ന് നമുക്ക് ഇത്രയും, നമുക്ക് കടപ്പുറത്തൊക്കെ വന്നിരുന്ന എന്ത് നല്ല ഇതായിരുന്നു. ഈ സമയത്തൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന നല്ല കാറ്റാ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഇരിക്കാൻ ഒക്കുവോ? കാറ്റുണ്ട്, പക്ഷെ അവിടെ ഇരിക്കാൻ ഒക്കുവോ? ഈ ചൂട് അവിടെ അവര് കടലിലാകുമ്പോ അത്രയും അറിയത്തില്ലല്ലോ, കാറ്റൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ അറിയത്തില്ല. അതിനെപ്പറ്റി അത്രയൊക്കെ അറിയുള്ളൂ. ചൂടിന് മീൻ കിട്ടാൻ ചൂട് മീനായിരിക്കും. ഇപ്പൊ ആ പഴയ മീനിന്റെ ടേസ്റ്റുകളെ ഇപ്പോഴില്ല. അത് ഈ വെള്ളത്തിന്റെ ഇത് വെച്ചായിരിക്കും, ചൂട് വെള്ളത്തിന്റെ ഇത് വെച്ചായിരിക്കും. ആ മീനും കാണാനില്ല. അന്നൊക്കെ ഈ പാച്ചുവല എന്ന് മുൻപ് പറഞ്ഞതുപോലെ ആളുകൾ പറയുന്നത് പാച്ചുവല, അതങ്ങോട്ട് നീട്ടിയിട്ടോണ്ട് മീൻ പിടിച്ചോണ്ട് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള മീനാ. തെരണ്ടിയൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കിടന്ന് പിടയ്ക്കും. അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടിച്ച് കറിയൊക്കെ വെച്ചാൽ തെരണ്ടി കുത്തുന്നവർക്ക്, തെരണ്ടിക്ക് ഒരു മുള്ളുണ്ട് പുറത്ത്, അത് കുത്തി പലർക്കും പരിക്കേറ്റിട്ടുണ്ട്, സീരിയസ് ആയിട്ട് കിടന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫാമിലിയിൽ ഒരാൾ കിടന്നിട്ടുണ്ട്. പിന്നെ അത് ഓപ്പറേഷനൊക്കെ ചെയ്ത് മാറ്റി അതിന്റെ ഞോളയും അത് ഇതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഏതാണ്ട് 6-7 മാസം കഴിഞ്ഞാണ് ആ മനുഷ്യൻ പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയത്. എന്ന് വെച്ചാൽ പിടയ്ക്കുന്ന മീൻ ജീവനോട് കൊണ്ടുവന്നാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ നിന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ബോട്ടുകാരൊക്കെ കൊണ്ടുവരുന്ന 3-4 ദിവസം കഴിഞ്ഞ് ഫ്രീസറിലൊക്കെ അവിടെ മീനിട്ട് അതിനെയാ കൊണ്ടുവന്ന് വിൽക്കുന്നത്. കറി വെച്ചാലും ഒരു രസമില്ല, ടേസ്റ്റ് കുറവാണ്. പോയിക്കൊണ്ടിരുന്നവരാ. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ തലമുറ അങ്ങനെ പോകുന്നില്ല. ഞാൻ എൻ്റെ പപ്പാമാരങ്ങനെ പോയെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ടർണറായിരുന്നു, ഫിറ്റിങ് ബോംബെയിലൊക്കെ ആയിരുന്നു. എന്നെ കല്യാണം കഴിച്ച് അങ്ങനെ ബോംബെ കൊണ്ടുപോയി. പിന്നെ എൻ്റെ മക്കളെയും ഞാൻ പഠിപ്പിക്കാനാണ് നോക്കിയത്. മോൻ പഠിച്ചു, MTech ആണ്, വിദേശത്ത് ജോലിയാണ്. മോള് ടീച്ചറാണ്. ഇപ്പം ആരും കടപ്പുറത്തോട്ട് മക്കളെ വിടുന്നില്ല. കാര്യം വെച്ചാൽ അപ്പന്മാരെ അന്ന് അനുഭവിച്ച വേദനയും ഒരു കടലും കോളും വരുമ്പോൾ ഞങ്ങളെല്ലാം കടപ്പുറത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പാമാര് തിരിച്ചു വരുമോ എന്നുള്ളത്. ആ സാഹചര്യം ഓർക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന തലമുറയെ വഴിതിരിച്ചു വിടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഒരുവിധം വിജയിച്ചെന്ന് വേണം എനിക്ക് പറയാനായിട്ട്. ഞാൻ ഈശോയ്ക്ക് ഞാൻ എന്നും നന്ദി പറയുന്നു. മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്ന് വെച്ചാൽ പപ്പ എപ്പോഴും പറയും ആ ബോട്ടിലെ കാര്യങ്ങളൊക്കെ, മീൻ പിടിച്ചിങ്ങനെ കയറ്റും. അന്നൊക്കെ ദിവസേന കൊണ്ടുവരും. ഇന്നല്ലേ 3-4 ദിവസം കടലിൽ കിടക്കുന്നത്. അന്ന് ദിവസേന കൊണ്ടുവന്ന് വിറ്റ് പൈസയുമായിട്ട് വീട്ടിൽ വന്ന് ചോറ് അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ സാഹചര്യമായിരുന്നു അന്ന്. വേറെ ഒരു കാര്യവും ഇല്ലല്ലോ ഈ കടൽ മാർഗം ജീവിക്കുന്നത്. ഞങ്ങളിതാ ഇവിടെ നിന്ന് അങ്ങ് വരെ നടന്നു പോകുന്ന, ഞങ്ങൾ ഈ കടലിൽ നടന്ന് ഞങ്ങൾ പോയിട്ടുണ്ട്. തിര മാത്രമേ ഞങ്ങളെ അടിക്കുള്ളൂ. ഇന്നിപ്പോ അതാ ഒരു മക്കള് കടലിൽ കാണണമെന്ന് വെച്ചാൽ നമുക്ക് പേടിയാ അങ്ങോട്ട് വിടാനായിട്ട്. അത്രയ്ക്ക് പൊങ്ങി വരുന്നു, പുറത്ത് വീഴുന്നു, ഒഴുകി പോന്നു. അങ്ങനെ മറ്റേ ഞങ്ങൾ ഇത്രയും ഇവിടെ നിന്ന് അങ്ങ് വരെ നടക്കുമായിരുന്നു. കക്ക, കൊമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കൈകൊണ്ട് വാരുമായിരുന്നു. കക്ക വാരി പണ്ട് ജീവിച്ചവരുണ്ട്, ഉപജീവന മാർഗം. കക്ക നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന കണക്ക് കക്ക അവിടെ അത് കൊണ്ടുവന്ന് അതിനെ കുത്തിയെടുത്ത് അതിന്റെ മാംസം എടുത്ത് കറി വെച്ചവരുണ്ട്. ആ കക്ക ഓട്ടി വിൽപ്പനയ്ക്ക് ആളുകൾ വരും ഓട്ടി വാങ്ങിക്കാനായിട്ട്. അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ജീവിക്കുന്നവരുണ്ടായിരുന്നു. ഈ കടപ്പുറം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്ര ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശവും ഒരു കടലമ്മയും കനിഞ്ഞ നല്ലൊരു അനുഭവമായിരുന്നു അത്. പാട്ടൊക്കെ പഴയതൊക്കെ ഓർമ്മയുണ്ട്. അത്ര കടലിനക്കര പോണോരേ കാണാ പൊന്നിന് പോണോരേ, കടലിനക്കര പോണോരേ കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ കൊണ്ടുവരാമോ. ഓ
കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും ഏലോ ഏലേലോ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവർക്കൊരു പ്രോത്സാഹനമാണ് ഈ വല. ഏലോ ഏലേലോ ഏലോ ഏലേലോ അങ്ങനെയുള്ളൊരു പാട്ടുകൾ. അങ്ങനെയൊക്കെ നല്ല മ്യൂസിക്കൊക്കെ ഉള്ള പാട്ടുകൾ പഴയ പപ്പാമാര് പാടുമായിരുന്നു. ഒരു പ്രോത്സാഹനം കണക്ക് മറ്റുള്ളവർക്കും ഒരു പ്രോത്സാഹനം. ഒരു പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടുമ്പോൾ ഒരു തമാശ കാര്യം അങ്ങനെയൊക്കെ. കഥ വേറെ ഒന്നുമില്ല. ഇതൊക്കെ വിജനമായിട്ട് കിടന്ന സ്ഥലമാണ്. ഞങ്ങൾ തൊഴിലുറപ്പ് ഇതെല്ലാം ശരിയാക്കി. കഴിഞ്ഞ വർഷവും അവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ആളുകളൊക്കെ വന്ന് നോക്കിയായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ കുഞ്ഞിലെ കൊച്ചു തൈകള് ഞങ്ങളുടെ മേറ്റാണ് നിൽക്കുന്നത്. കുഞ്ഞു തൈയായിരുന്നു. അതെല്ലാം വളർത്തി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇത് കാറ്റാടി. പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഇത് തന്ന് ഞങ്ങൾ ചെയ്തത്. ഇത് കടലിന്റെ ഇത് ഇങ്ങോട്ട് വരുന്ന തിരകൾ ഇങ്ങോട്ട് വന്ന് കര കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ ഞങ്ങൾ വെച്ചതാ. സ്ത്രീകള് ഞങ്ങൾ വെച്ചതാ. ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട് ഞങ്ങൾക്ക് വേറെ പ്രദേശങ്ങളില്ല. 4-5 സെന്റ് സ്ഥലമുള്ളവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഒന്നത്. രണ്ടാമത്തത് ഈ അയ്യാറി ഭൂമി എടുത്തത് കാരണം അങ്ങനെ. പിന്നെ ഇപ്പതാ ഒരു ഭീഷണി വന്നിരിക്കുന്ന കടല് നിന്ന് മണ്ണെടുക്കാമെന്ന്. ഈ കര എല്ലാം അങ്ങ് പോകും. അതിനോട് ഞങ്ങൾക്ക് ആർക്കും ഒരു യോജിപ്പുമില്ല. ഖനനം ബാധിക്കുന്ന വെച്ചാൽ അവർ മണ്ണിട്ട് നികത്തി പോകുന്നു. എന്നിരുന്നാലും ബാധകമാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ദാരിദ്ര്യം ഓർക്കുമ്പോൾ ഒരു പെണ്ണിനെ കെട്ടിക്കാനോ ഒക്കെ ആളുകൾ കൊണ്ട് കൊടുത്ത് പൈസ കിട്ടും, ഭൂമി കിട്ടും. അയ്യാറിക്ക് ഒരു സെന്റിന് ഇത്ര രൂപ വെച്ച്. രൂപ കുറവാണ്. പക്ഷെ ഇത് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോയാൽ ഈ പൈസക്ക് കിട്ടത്തില്ല. പക്ഷെ എന്നിരുന്നാലും പ്രയാസമുള്ളവര് കൊണ്ട് കൊടുത്ത് 5 സെന്റ് കൊണ്ട് കൊടുത്ത് വല്ല 4-5 ലക്ഷം കിട്ടുമ്പോൾ ഒരു പെണ്ണിനെ ഇറക്കാം എന്നുള്ള ഒരു രീതിയിലൊക്കെ അവർ കൊണ്ടു കൊടുക്കുക. പാരാപ്തം പ്രയാസമുള്ളവരാണ് ഇത് കൂടുതൽ കൊണ്ടു കൊടുക്കുന്നത്. ഇപ്പൊ എല്ലാവരും കൊണ്ട് കൊടുക്കുന്നു. പിന്നെ ഇവർ ഈ മണ്ണെടുത്തിട്ട് നികത്തി തരുന്നു. പക്ഷെ അത് ശാശ്വതമല്ല. 6-7 വർഷം കഴിയാതെ ഒരു ഭവനം വെക്കാനും ഒക്കത്തില്ല. വളകിയ മണ്ണ് ഫില്ല് ചെയ്ത് തരുന്നത്. ഇപ്പൊ ഫില്ല് ചെയ്തോണ്ടിരിക്കുക അവര്. ഇത് ഇവിടെ നിന്ന് കിഴക്ക് വരെ എടുത്ത റോഡ് വരെ എടുത്തതാ. ഇപ്പൊ ഇവര് ഫില്ല് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അതിനെന്താ? കിണറുകളിലൊന്നും വെള്ളമില്ല. കിണറിന് വെള്ളമില്ല. ഇതിഞ്ഞ് ഫില്ല് ചെയ്ത് വരണം, നികത്തി വരണം. എന്നാലേ ആ കിണറിന് വെള്ളം കിട്ടുള്ളൂ. ഞങ്ങൾക്ക് പൈപ്പുണ്ട്. ഞങ്ങൾക്ക് എനിക്കുണ്ടത്. എനിക്കല്ല, മിക്ക ആളുകൾക്കും ഉണ്ട്. ഈ പൊടിക്കാറ്റ്, പൊടി റോഡിൽ നിന്ന് പൊടി പറക്കുന്നത്. ഈ മണ്ണ് പോകുന്നെങ്കിൽ ആ മണ്ണ് അരഞ്ഞ് ചതഞ്ഞ് പൊടിയായിട്ട് മാറുക. പിന്നെ അവര് വല്ലപ്പോഴും കൊണ്ടുവന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ തളിച്ചു തരിക. അത് ഒരു ശാശ്വതമല്ല. അന്ന് വലിയ രോഗികളുണ്ട് ഇവിടെ. ശ്വാസം മുട്ട്, ശ്വാസകോശവുമായിട്ട്. ജോലി കിട്ടിയില്ല, കിട്ടുന്നില്ല. ഇപ്പൊ ജോലിയില്ല. മറ്റേ അന്ന് ആദ്യമായിട്ട് ലോഡിങ് അൺലോഡിങ് കയറിയവര് തന്നെ അവരിങ്ങനെ പിരിച്ചു പോയി. കുഞ്ഞു ആളുകളെ ഉള്ളു. 10-12 ആളുകളിൽ. അവരൂടെ തീരുമ്പോ അതങ്ങ് തീരും. ആ സ്കീം അങ്ങ് തീരും. പിന്നെ പുതുതായിട്ട് ആളുകളെ ഒന്നും ഇതവരെ എടുത്തിട്ടില്ല. പിന്നെ ഈ ഞായറാഴ്ച വിശ്വാസമുണ്ട്. ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ പോകാറില്ല. പപ്പാമാര് അന്ന് മുതലേ ഉള്ളതാ. പള്ളികളിൽ പോകുന്ന ദിവസമല്ലേ അന്ന്. കടമുള്ള ദിവസമാണ് അന്ന്. ആരും അങ്ങനെ ബോട്ടിലോ വള്ളത്തിലോ ഒന്നും പെസഹ വ്യാഴം, പെസഹ വെള്ളി, ഈസ്റ്റർ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഹിന്ദുസിന്റെ ഇടയില് വാവ്, അങ്ങനെ കടലമ്മ, അങ്ങനെ വിശ്വാസമുണ്ട് കേട്ടോ. കടലമ്മ പലരെയും രക്ഷിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഞങ്ങളൊക്കെ വളർന്നതിന് ശേഷം, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കടലുമായിട്ട് ഇങ്ങനെ പോകും. കടല് ഉള്ളവരെ കാണും, സഹോദരങ്ങളൊക്കെ പോകും. എന്നിരുന്നാല് അല്ലാതുള്ളൊരു ടച്ചിങ് ഇല്ല. പിന്നെ ഇഷ്ടമാണ് കടലമ്മയെ, ഇഷ്ടമാണ് കടൽ തീരെ ഇഷ്ടമാണ്. വരുന്നവർ